അനുജ കർണാടകയിലെ ധർമ്മസ്ഥല അതായത് മഞ്ജുനാഥ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് അവിടെ പ്രവർത്തിച്ചിരുന്ന ശുചീകരണ തൊഴിലാളി ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിനുശേഷം വലിയ രീതിയിൽ അത് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു. ഇപ്പോൾ അവിടുത്തെ ഞെട്ടിക്കുന്ന ആരോപണം, അതായത് ഏതാണ്ട് 100-ലേറെ സ്ത്രീകളെ അവിടെ, അല്ലെങ്കിൽ 100-ലേറെ പേരെ അവിടെ കൊലപ്പ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഈ ശുചീകരണ തൊഴിലാളി വഴി അവിടെ ഡിസ്പോസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വീണ്ടും അതിന് മുൻപേ തന്നെ ഇതിന് ഇത്തരത്തിൽ അലിഗേഷൻസ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇയാളുടെ ഒരു തുറന്നു പറച്ചിൽ വലിയ രീതിയിൽ ഇന്ത്യ തന്നെ കിട്ടുന്ന ഏറ്റവും വലിയ വാർത്തകളിൽ, അതായത് ഇപ്പോൾ 100 എന്ന് പറയുന്നത് പിന്നെ 400 വരെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് അവിടെ നിന്ന് മനുഷ്യന്റെ അസ്ഥി, അതായത് 6ാമത്തെ പോയിന്റ്, ഇയാൾ കാണിച്ചു കൊടുത്ത 6ാമത്തെ പോയിന്റിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥി, അതായത് പുരുഷന്റേതാണെന്ന് പറയപ്പെടുന്നുണ്ട്, എന്നാലും അവിടെ നിന്ന് അസ്ഥി കണ്ടെത്തി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുരുഷന്റെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാദങ്ങളെല്ലാം ശരിയാണോ എന്ന തരത്തിൽ ഇനി അറിയാൻ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കാൻ, കുറച്ചുകൂടി കൃത്യമായ ഒരു ഇതിൽ വരാൻ വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു അടുത്തെത്തി കഴിഞ്ഞു എന്ന് പറയാം. പലരും നമുക്കറിയാം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പലരും ഇതിൽ നിന്ന് ഒഴുകി മാറുന്നു. അത്രയും കോൺട്രവേഴ്ഷ്യൽ, അതല്ലെങ്കിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, രാഷ്ട്രീയ വലിയ രീതിയിൽ ഉന്നതന്മാർ ഇതിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പോലീസ് മേധാവികളെല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിയുന്നു. അന്വേഷണ സംഘത്തിൽ നിന്ന് പലരും പിന്മാറുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു കോൺട്രവേഴ്സി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നു. എന്തായാലും വലിയൊരു ഞെട്ടിക്കുന്ന വിവരത്തിന്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് ആദ്യഘട്ടത്തിൽ ഇത് മനുഷ്യന്റെ അസ്ഥികളാണെന്നൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ധർമ്മസ്ഥലയിൽ ഇത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി ആളുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. അതായത് ഈ നമുക്കറിയാം, മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആരോപണമായിരുന്നു. അതായത് അതൊരു ക്ഷേത്രമാണ്, അതിൽ മത ആരാധനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ക്ഷേത്ര പുരോഹിതർ നിലവിൽ അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന വീരേന്ദ്ര ഹെഡ്ഗർ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന അടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഇത് ആദ്യമായല്ല. അതായത് നിരവധി സ്ത്രീകൾ അവിടെ ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായി പോവുകയും അവിടെ കാണാതാകപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ചെറിയ മക്കൾ ഈ ധർമ്മസ്ഥലയിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുമൊക്കെ ധാരാളം പെൺകുട്ടികളെ കാണാതായതായ റിപ്പോർട്ടുകളുമൊക്കെ വന്നിരുന്നു. മൊഴിപ്രകാരം 13 വയസ്സുള്ള ഒരു സ്കൂൾ യൂണിഫോം ധരിച്ചൊരു കുട്ടി വരെ ഉണ്ടായിരുന്നു. കർണാടകയിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്നും അസംബ്ലിയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നിരുന്നു. കർണാടകയിൽ ഇതുവരെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൊത്തത്തിൽ കാണാതായത് 20,000-ഓളം സ്ത്രീകളെയാണ്. അത് റിപ്പോർട്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്തതിൽ 260 പേരെ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി കുട്ടികളെല്ലാം, പെൺകുട്ടികൾ എവിടെ പോയി എന്നതൊരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട്. ഒരാൾ തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ തുറന്ന് നീതിപീഠത്തിന് മുന്നിൽ സമ്മതിക്കാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആണ്. ഇത് ഏത് തരത്തിലാണ് ഇനി ആ ക്ഷേത്രത്തെയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെയും ബാധിക്കാൻ പോകുന്നത്, ഇത് ഏത് തരത്തിലാണ് ആ ക്ഷേത്രത്തിന്റെ അധികാരികൾ ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ, കേസിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ് മറ്റൊരു കാര്യം. അതായത് അവർക്ക് ഇതിന്റെ കുറ്റം തങ്ങളുടെ ഭാഗത്തല്ല, അല്ലെങ്കിൽ അതിനെ ഈ ചെയ്ത ആളുടെ അല്ലെങ്കിൽ ചെയ്ത ഒരു ടീമാണെങ്കിൽ അത് അവരെ മാത്രം കേന്ദ്രീകരിച്ച് വേണം അന്വേഷണം നടക്കാൻ. അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരേണ്ടത് എനിക്ക് തോന്നുന്നു ആ ക്ഷേത്രത്തിന്റെ കൂടി ആവശ്യമാണ്. മറ്റൊരു വിഭാഗം അതിനകത്തുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ടൊരു അന്വേഷണം വേണമെന്ന്. അവർ തന്നെ ശക്തിയുക്തമായിട്ട് വാദിക്കുന്നുണ്ട്. അതായത് എന്നാൽ മാത്രമേ അവർക്ക് ആ കളങ്കിത ആ പേര് മാറ്റിയെടുത്ത് വീണ്ടും ഇപ്പോൾ അതിനുശേഷം പലരും പോകാൻ മടിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. പുണ്യ പ്രദേശമായ ആ സ്ഥലം വളരെ കുറച്ച് നാളുകൾ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കളങ്കിതമായ ഒരു പേരിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം പോകാനും മടിയുണ്ട്. അപ്പോൾ അത് എല്ലാം പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഞെട്ടിക്കുന്നതാണ്. നേരത്തെ പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു തെളിവ് കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. പുരുഷന്റെ അസ്ഥി ആയിരിക്കാം എന്ന് ഏകദേശം ഒരു 90% അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നറിയുന്നുണ്ട്. എന്നാലും ഒഫീഷ്യൽസിന് അതിന്റെ ഒരു ഔദ്യോഗികമായിട്ട് അറിയിപ്പ് കിട്ടേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു പ്രദേശത്ത് മനുഷ്യവാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എങ്ങനെ അവിടെ അസ്ഥി എത്തി? മാത്രമല്ല, ഇയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇനി വെരിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അതെന്തായാലും ഒരു ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു ജഡ്ജൊക്കെ നേരിട്ടെത്തിയായിരിക്കും ഇനി അന്വേഷണം നടത്തുക. കാരണം അത്രയും രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രൂര പീഡനം, അല്ലെങ്കിൽ അത് നടന്നത് ക്രൂര പീഡനം, അതുപോലെ തന്നെ എണ്ണത്തിൽ മാത്രമല്ല. എന്തുകൊണ്ടാണ് ഇത്രയും അധികം പെൺകുട്ടികളെ കാണാതെ പോയിട്ടും? അത് 1 2 അല്ല, 100-ൽ താഴെയാണെന്ന് വിചാരിച്ചോളൂ. 10 9 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളി എന്നുള്ളത് നിസ്സാരപ്പെട്ട കാര്യമല്ല. പല മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ മുക്കുകയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഈ വാർത്തയൊക്കെ പുറത്തുവിടുന്ന സാഹചര്യത്തിൽ അയാളെ ആക്രമിക്കുക എന്ന രീതിയിലേക്കാണ് വന്നത്. ഇപ്പോൾ ധർമ്മസ്ഥലയിൽ കണ്ടെത്തിയ അസ്ഥി അത് ഇനി എന്തായാലും ഫോറൻസിക് റിപ്പോർട്ടുകളെ കാര്യങ്ങളിലേക്കും അതിന്റെ ബാക്കിയുള്ള നിയമപരമായ ശാസ്ത്രീയമായ നിഗമനങ്ങളിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. പക്ഷേ ധർമ്മസ്ഥലയിൽ അയാൾ പറഞ്ഞതിൽ എന്തോ പൊരുളുണ്ട്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അയാളുടെ മരണത്തോടുകൂടി ഇതും അവസാനിക്കും. അല്ലെങ്കിൽ ഈ അബ്സ്കോണ്ടിങ് ആണെന്ന് മാത്രം സ്ത്രീകൾ അങ്ങ്
പോവുകയാണെന്ന് ഒരുപാട് മാത്രമേ- ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഏതാണ്ട് ഒരു 500-ൽ കൂടുതൽ ചോദ്യങ്ങൾ, അത് എവിടെ പോയി, എന്തിന്, എവിടെ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇയാൾ പറയും, പക്ഷേ ഇയാൾ തന്നെ പറയുന്നുണ്ട് ഇനി ഒരു പക്ഷെ ജീവിച്ചിരിക്കണമെന്നറിയില്ല. പുറത്ത് നടന്നു കഴിഞ്ഞാൽ ഇയാൾക്കിനെതിരെ എന്ത് വേണമെങ്കിലും നടക്കാം. കാരണം അങ്ങറ്റത്ത് ഉന്നതന്മാരാണ് ആ പേരിന്റെ ആ ഒരു പട്ടികയിലുള്ളതെങ്കിൽ എന്തായാലും അയാളുടെ ജീവന് അപായം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പറയുന്നത്, അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കുട്ടികളുടെ അടക്കം പറഞ്ഞത് അത്രയും ഇതുള്ളതുകൊണ്ടായിരിക്കും മടുത്ത് കാണുമ്പോൾ ആലോചിക്കും. ഇത്രയും കാലം എത്രയോ കൊല്ലങ്ങളായിട്ട് ഉറക്കമില്ലാതെ ഈ ഓർമ്മയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ. അപ്പോൾ അയാളുടെ കാര്യത്തിൽ പൊരുളുണ്ടെന്ന് തന്നെയാണ് ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ ഒരു അന്വേഷണ സംഘത്തിന് ഇനി എത്രത്തോളം എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം കർണാടകയിലെ ഇടപെടലുകൾ, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് സിസ്റ്റത്തിൽ തന്നെ കുറച്ച് വീഴ്ചകളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ചിലപ്പോൾ തൃപ്തികരമാകണമെന്ന് തന്നെ ഇല്ല. പക്ഷെ ഇതൊരു വലിയ അന്വേഷണം അന്വേഷണത്തിലേക്ക് തന്നെ വേണ്ടി വരും. തീർച്ചയായിട്ടും വലിയൊരു അന്വേഷണത്തിലേക്ക് ഞാൻ ഇതിനകത്ത് ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ 2 അഭിഭാഷകരുണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഡ് ചെയ്ത 2 അഭിഭാഷകരുണ്ട്. അവരെടുത്ത ഒരു ഡിസിഷൻ അത് വളരെ കൃത്യമായിരുന്നു. അയാളുടെ മൊഴി സത്യമോ അസത്യമോ എന്തായാലും വലിയൊരു അന്വേഷണത്തിലേക്ക് ഇത് വഴിവെച്ചിരിക്കുന്നു. ഈ ഒറ്റയാൾ സമരം എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല. ചിലപ്പോൾ ഒരാളുടെ ഒരു വെളിപ്പെടുത്തൽ മതിയായിരിക്കും വർഷങ്ങൾ നീണ്ടുന്ന ഒരു അനീതി. നോക്കൂ, 95 മുതൽ 2014 വരെയുള്ള ഒരു ഘട്ടത്തിലെ വർഷങ്ങൾ നീളുന്ന ഒരു കൊലപാതക പരമ്പരയായിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ശരത്ത് പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എന്താ പറയുക, ഭരണത്തിൽ നല്ല പിടിപാടുള്ള ആളുകളൊന്നും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടാവില്ല. പക്ഷേ മക്കളെ നോക്കിയിരുന്ന ഒരുപാട് മാതാപിതാക്കളില്ലേ, അവർക്കൊക്കെ ഒരു പ്രതീക്ഷ, ഒരു എന്താ പറയുക, ഒഴുക്കാനെങ്കിലും അസ്ഥി കിട്ടുമോ, ഉത്തരം കിട്ടിയില്ല. അതെ, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തായാലും ശാസ്ത്ര തെളിവുകൾ പുറത്തു വരും.